AI, AI, AI. ഈ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലെല്ലാം AI ന്യൂസുകളായിരുന്നു കൂടുതലും. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി AI ഇമ്പാക്ട് സമ്മിറ്റ് ഇന്ത്യ. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് സമ്മിറ്റ് ആയിരുന്നു വിത്ത് റിഗാർഡ് ടു ദി AI ലാൻഡ്സ്കേപ്പ്. ഇന്നത്തെ വീഡിയോ ആ ഒരു സമ്മിറ്റിനെ കുറിച്ചാണ്. ദ മേജർ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, ദി ഹൈലൈറ്റ്സ്, ദ മിസ്ഹാപ്സ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഫ്രം 16th Feb to 21st Feb നമ്മുടെ ഡൽഹിയിലുള്ള ഭാരത് മണ്ഡപത്തിൽ വെച്ചായിരുന്നു ദി AI ഇമ്പാക്ട് സമ്മിറ്റ് നടന്നത്. വളരെ പ്രൊമോഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. PR വർക്കും മാർക്കറ്റിംഗ് സ്റ്റണ്ടും എന്നൊക്കെ പറഞ്ഞ് പലരും ലേബിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇവൻറ്റിന്. ആൻഡ് പാർഷ്യലി ഇറ്റ് വാസ് ട്രൂ. ഫസ്റ്റ് ഡേ ലോങ് ക്യൂസ് ആയിരുന്നു, റോഡ്സ് ബ്ലോക്ക് ആക്കേണ്ടി വന്നു. UPI അലൗഡ് അല്ലായിരുന്നു ചില കൗണ്ടറിൽ ഫുഡ് പേയ്മെൻറ്റും ഒക്കെ ചെയ്യാനായിട്ട്. ഇവൻ എന്തോ നമ്മൾ ഡിജിറ്റലി ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിലും അവിടുത്തെ കൗണ്ടേഴ്സിൽ ക്യാഷ് ഓൺലി ആക്കിയായിരുന്നു. കുറേ ഡിവൈസസ് അലൗഡ് അല്ലായിരുന്നു സമ്മിറ്റിന്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബട്ട് ആസ് ദ ഡേയ്സ് പ്രോഗ്രസ്, അല്ലെങ്കിൽ ഓരോ ഇവൻറ്റ് ഡേയ്സ് കഴിഞ്ഞപ്പോഴും അവരുടെ ഓപ്പറേഷൻസ് കുറച്ചും കൂടെ സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റി. ആസ് വെൽ ആസ് ആ ഇമ്പാക്ട് സമ്മിറ്റ് ശരിക്കും ഇമ്പാക്ട്ഫുൾ ആക്കാൻ പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് രണ്ട് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മേജർ കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മോട്ടാബായി മുകേഷ് അംബാനിയുടെ ജിയോ 10 lakhs crore ഇന്ത്യ AI ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതലും ഡേറ്റാ സെൻറ്റേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് അവർ മാറ്റിവെക്കുന്നത്. അതേസമയം അദാനി 100 billion ബൈ 2035 AI ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ റിന്യൂവബിൾ പവേർഡ് AI ഡേറ്റാ സെൻറ്റേഴ്സ്. ഇപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ ഒരുപാട് എനർജി, ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. ആൻഡ് ഈ ഡേറ്റാ സെൻറ്റേഴ്സ് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ഒരുപാട് വെള്ളം വേണ്ടി വരും. സോ റിന്യൂവബിൾ രീതിയിൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ രീതിയിൽ ഇതിനെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി അദാനി ഗ്രൂപ്പ് ഓൾമോസ്റ്റ് 100 billion പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. നൗ കോൾകോം അവരുടെ ഒരു AI സ്റ്റാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫോർ ഹ്യൂമനോയിഡ്സിനും റോബോട്ട്സിനും വേണ്ടി. NPCI നമ്മുടെ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫിമി എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് മോഡൽ LLM ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഫിമിയുടെ ഫുൾ ഫോം ഫിനാൻസ് മോഡൽ ഫോർ ഇന്ത്യ. ഇറ്റ്സ് എ ഡൊമെയിൻ സ്പെസിഫിക് ലാംഗ്വേജ് മോഡൽ ബിൽഡ് ഫോർ ഇന്ത്യാസ് പേയ്മെൻറ്റ് ഇക്കോസിസ്റ്റം. ഇനി വേറെ കുറച്ച് ഇന്ത്യൻ സ്റ്റാർട്ടപ്സിലോട്ട് നോക്കുകയാണെങ്കിൽ സർവം AI ഇന്ത്യയിലെ വൺ ഓഫ് ദി ലീഡിങ് AI സ്റ്റാർട്ടപ്സ് ആണ്. സർവം AI നമ്മുടെ മെറ്റയുടെ, അതായത് ഫേസ്ബുക്കിൻ്റെ മെറ്റയുടെ റേബാൻ ഗ്ലാസ് ഉണ്ടല്ലോ, സ്മാർട്ട് ഗ്ലാസസ്, അതുപോലെ സർവം കേസ്, ഇനി ക്യാസ് എന്നാണ് പറയുന്നത് അറിയില്ല, സർവം KSD ഒരു AI ഗ്ലാസ് ആണ്. ആൻഡ് അവരുടെ ഫുൾ സ്റ്റാക്ക് സോറിൻ AI പ്ലാറ്റ്ഫോം അവർ ഈ സമ്മിറ്റിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ് അവരുടെ AI ചാറ്റ് ബോട്ട്സ്, പേയ്മെൻറ്റിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന AI ചാറ്റ് ബോട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇറ്റേണൽ, അതായത് സൊമാറ്റോയുടെ പാരൻറ്റ് കമ്പനി ഇറ്റേണൽ ഓപ്പൺ AI ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്ത് അഡ്വാൻസ് AI ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ Gnani.ai അതും ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ്. അവർ ഇന്ത്യ വോയിസ് ഓസ് എന്ന് പറഞ്ഞ ഒരു വോയിസ് ടു വോയിസ് ഫൗണ്ടേഷൻ മോഡൽ ലോഞ്ച് ചെയ്തു. കൂടുതലും ഇപ്പോൾ ടെക്സ്റ്റ് ബേസ്ഡ് ആണ് നമ്മുടെ ChatGPT ആണെങ്കിലും യൂസ് ചെയ്യുന്ന AI പ്ലാറ്റ്ഫോംസ്. അതിൻ്റെ ഫ്യൂച്ചർ ഇസ് വോയിസ് ബേസ്ഡ് അല്ലെങ്കിൽ വീഡിയോ ബേസ്ഡ് എന്നാണ് Gnani.ai പറയുന്നത്. ഈ ഒരു സമ്മിറ്റ് വാസ് ഓൾസോ എ ഡെമോൺസ്ട്രേഷൻ, അതായത് ഇന്ത്യ വിൽ ബി ഇൻ ദ ഫോർ ഫ്രണ്ട് ഓഫ് AI. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ഉള്ള എല്ലാ മേജർ AI പ്ലെയേഴ്സിൻ്റെയും CEOs ഈ ഒരു സമ്മിറ്റിൽ അറ്റൻഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ സത്യ നടേല, ഓപ്പൺ AIയുടെ സാം ഓൾട്ട്മാൻ, ക്ലോഡ് AIയുടെ CEO, മെറ്റ AIയുടെ നോക്കുന്ന CEO, അങ്ങനെ ദ പൈനിയേഴ്സ് ഓഫ് AI ആണ് ഈ ഒരു സമ്മിറ്റിന് അറ്റൻഡ് ചെയ്തത്. ബിക്കോസ് ദേ നോ ഹൗ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് ഇന്ത്യ ഇസ് ഫോർ AI ഇൻഫ്രാസ്ട്രക്ചർ. അതുപോലെ തന്നെ ഒരു വിവാദം ഉണ്ടായിരുന്നു. ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി, കേൾക്കാത്തൊരു യൂണിവേഴ്സിറ്റിയാണ്, അവർ ഓൾമോസ്റ്റ് 200-300 crores AIക്ക് വേണ്ടി മാറ്റി വെച്ച് ഫ്രം ദി സ്ക്രാച്ച് ഒരു റോബോട്ടിക് ഡോഗിനെ ബിൽഡ് ചെയ്തു എന്ന് പറയുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി നമ്മുടെ AI സമ്മിറ്റിൽ വെച്ചിട്ട്. ബട്ട് ടേൺസ് ഔട്ട് അതവർ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു റോബോട്ടാണ്. ആൻഡ് അതിനെയായിരുന്നു സ്വന്തമായിട്ട് ചെയ്ത് എന്നവർ ഷോക്കേസ് ചെയ്ത്. പിന്നെ അവരൊരു പ്രസ് റിലീസൊക്കെ നടത്തി. അവരുടെ ആ ഒരു അംബാസിഡറിനെ പറ്റിയ നാക്കുപിഴവാണെന്ന് പറഞ്ഞൊരു പ്രസ് റിലീസും അപ്പോളജിയും എല്ലാം വിട്ടു. ബട്ട് അവരെ ആ സമ്മിറ്റിൽ നിന്ന് പുറത്താക്കി ബിക്കോസ് ഓഫ് ദിസ് ഇൻസിഡൻറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, കസ്റ്റമർ ബേസിലും ഈ AI കമ്പനീസിന് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ CEO ആയിട്ടുള്ള സാം ഓൾട്ട്മാൻ സമ്മിറ്റിൽ വെച്ച് പറഞ്ഞത്
ഓൾമോസ്റ്റ് 100 മില്യൺ യൂസേഴ്സാണ് ചാറ്റ് ജി പി ടി വീക്ക്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത്, വീക്ക്ലി ആക്റ്റീവ് യൂസർ ബേസ്. ആൻഡ് ഇന്ത്യയാണ് വൺ ഓഫ് ദി ബിഗസ്റ്റ് മാർക്കറ്റ്. സോ അവർക്ക് ഇന്ത്യ ചെറുതായിട്ട് കാണാൻ പറ്റില്ല ഇൻ ടേംസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് വെൽ ആസ് കൺസംഷൻ. ആൻഡ് പല കമ്പനീസും അവരുടെ ഓഫീസസ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂരിലും ഹൈദരാബാദിലൊക്കെ. ഫോർ എക്സാമ്പിൾ ഓപ്പൺ എ ആസ് വെൽ ആസ് ക്ലോഡൊക്കെ, ബിക്കോസ് ദേ നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇന്ത്യ ഈസ് ഫോർ ദം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എ ഐ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും, മിക്കവരും യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അപ്സ്കിൽ യുവർ സെൽഫ്. കുറച്ച് എ ഐ ടൂൾസൊക്കെ പഠിച്ച് വയ്ക്കുക. എ ഐ നിങ്ങളുടെ ജോബ്സ് റീപ്ലേസ് ചെയ്യില്ല, ബട്ട് വിൽ മേക്ക് യു 10x മോർ പ്രൊഡക്റ്റീവ്. കുറച്ചുകൂടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ, കുറച്ചുകൂടെ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ എ ഐ കൊണ്ട് പറ്റും. റിപ്പീറ്റഡ് ആയിട്ട് ഉള്ള ടാസ്കുകൾ, ഇപ്പോൾ ഡീപ്പ് റിസർച്ചൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നല്ല ഒരുപാട് ടൂൾസ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഓഫ് വീഡിയോസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെറ്റപ്സും ഫോമാറ്റ്സും ട്രൈ ചെയ്യാണ്. ട്രയൽ ആൻഡ് എററിലാണ് നമുക്ക് എന്ത് കാര്യം പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.